നമുക്ക് പരിശോധിച്ചാൽ അറിയാം 16,000 FCRA അക്കൗണ്ടുകൾ ഉള്ളതിൽ 15,000-ഉം ക്രൈസ്തവ സഭകളുടേതാണ്. അപ്പോൾ അവരുടെ ആശങ്ക നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതാണ്ട് 16,000-ലധികം FCRA ലൈസൻസുകളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതിൽ ഒരു 10% അല്ലെ 12% മാത്രമേ ഉള്ളൂ ക്രൈസ്തവ സഭകൾക്കുള്ളൂ. ബാക്കിയെല്ലാം ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം പ്രസ്ഥാനങ്ങൾ, ഇതൊന്നുമല്ല മതവുമായിട്ടൊന്നും ബന്ധപ്പെടാതെയുള്ള NGOസും ഒക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പുതിയതായി നടപ്പിലാക്കിയ FCRA, അതിനെക്കുറിച്ച് മാപ്രയുടെ അഭിപ്രായമാണ് ബിഗ് TV എന്ന ചാനലിന്റെ ലക്ഷ്മി പത്മ പറയുന്നത്. അതിനോടൊപ്പം തന്നെ സഭയുടെ നേതാവ് പറഞ്ഞതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതായത് ഏറ്റവും കൂടുതൽ FCRA നിർബന്ധമാക്കുന്നത് കൊണ്ട് നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഹിന്ദു സംഘടനകൾക്കാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഹിന്ദു സംഘടനകൾ ആരും തന്നെ സമരത്തിന് മുന്നിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ FCRA കൊണ്ടുവന്നത് തന്നെ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ട് അത് എന്തിനുപയോഗിക്കുന്നു? നിങ്ങളിപ്പം 10 കുട്ടികൾക്ക് ആഹാരം കൊടുക്കാനാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം. അവർക്ക് ഷെൽട്ടർ പണിയാനാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. അതല്ല അവർക്ക് കുട്ടികൾക്കോ അല്ലെങ്കിൽ വയോജനങ്ങൾക്കോ അല്ല ആതുര ശുശ്രൂഷ കേന്ദ്രം സ്ഥാപിക്കുവാണെങ്കിൽ അതോ ആശുപത്രി നിർമ്മിക്കുവാണെങ്കിൽ അതോ, അങ്ങനെ എന്താണോ നിങ്ങൾ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പുറത്തു നിന്നുള്ള ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ പദ്ധതി ചെയ്യുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. അതിനകത്ത് ഇത്ര കടിപിടി കൂട്ടേണ്ട കാര്യം എന്താ? എന്നാൽ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതിനെ ക്രിസ്തു മതത്തിനെതിരെയുള്ള അല്ലെങ്കിൽ ചർച്ചുകൾക്കെതിരെയുള്ള, അതല്ലെങ്കിൽ മുസ്ലിം മതങ്ങൾക്കെതിരെയുള്ള ചർച്ചുകൾക്കെതിരെയുള്ള ഒരു ബില്ലായിട്ട് അങ്ങ് മാറ്റി. അതിനുവേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും നിയമസഭയിൽ പ്രമേയം വരെ പാസ്സാക്കി. കാരണം ഇവരെ എങ്ങനെങ്കിലും പ്രീണിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഈ പറയുന്ന രാഷ്ട്രീയ സംഘടനകൾക്കുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. മനസ്സിലായില്ലേ? പക്ഷേ ഹിന്ദു സംഘടനകൾ ആരും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. ക്രിസ്തു സംഘടനകൾക്കാണ് കൂടുതൽ ഈ ഫണ്ട് വരുന്നതിനെ കുറിച്ച് ഇത്ര ആശങ്കയുള്ളത്. കൃത്യമായി വരുന്ന ഫണ്ട് കൃത്യമായി യൂസ് ചെയ്ത് തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിനെന്തിനാണ് ഈ ഉടായിപ്പ് പരിപാടി കൊണ്ടിരിക്കുന്നത്? ഇതിന്റെ സംഭവം, വരുന്ന ഫണ്ട് നിങ്ങൾ എന്തിനുപയോഗിക്കുന്നു എന്ന് ചോദിക്കുന്നതിനകത്ത് എന്താണ് തെറ്റുള്ളത്? നിങ്ങൾ അത് വഴിമാറ്റി ചെലവഴിക്കുന്നതിന് ഉപയോഗിക്കാം, ചിലരിത് ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം. അത് തടയേണ്ട ഉത്തരവാദിത്വം ഒരു സർക്കാരിനില്ലേ? നിങ്ങൾക്ക് ഫണ്ട് വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ടില്ല. വാങ്ങുന്ന ഫണ്ട് എന്തിനുപയോഗിക്കുന്നു എന്ന് ചോദിക്കാനുള്ള അവകാശം ഒരു സർക്കാരിനുണ്ട്. ആ സർക്കാർ അത് ചെയ്യുകയും ചെയ്യും.